പാലക്കാട് എം.എൽ.എ. രമേശ് പിഷാരടി ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് 5 വർഷത്തേക്ക് താനിനി സിനിമയിലേക്കില്ല എന്ന്. അത് പൂർണ്ണമായിട്ടും പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എം.എൽ.എ. ആയിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു വാഗ്ദാനമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അമ്മയിലെ പ്രശ്നം തീർക്കാതെ ഇപ്പൊ രമേശ് പിഷാരടിക്ക് പാലക്കാടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോ ഷേതയോടും അൻസിബയോടും ഒക്കെ സംസാരിച്ചു. അവരുടനെ തിരിച്ചു കൊണ്ടുവരാൻ അതിലുള്ള തത്രപ്പാടിലാണ്. എന്ത് അവസ്ഥയാണല്ലേ പിഷാരടിക്ക്? പിഷാരടി ശരിക്കും പെട്ടുപോയി കേട്ടോ. പിഷാരടി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു അഭിനേതാവാണ്. ശരിക്കും സിനിമാല എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലൊരു നമ്മുടെ ഗിന്നസ് ബുക്കിലൊക്കെ കയറിയ ഒരു പരിപാടിയാണ്. അപ്പോൾ സിനിമാലയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ തന്നെ വളരെ സൗമ്യനായിട്ട് ഞാനൊരു താരമാണെന്നോ, ആ സമയത്തൊക്കെ അദ്ദേഹം മുടിചൂടാ മന്നനാണ്. ഈ ഹാസ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൗമ്യമായൊരു ആകാരമുണ്ട്, ഒരു പ്രകൃതിയുണ്ട്, സംസാര രീതിയുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ് സഹയാത്രിയാണ്. കഴിഞ്ഞ തവണ ധർമ്മജൻ നിന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ. ഇദ്ദേഹവും ധർമ്മജനും കൂടെയായിരുന്നു ഒരു ഭയങ്കര ടീം. നമ്മുടെ ദാസനും വിജയനും മോഹൻലാലും ശ്രീനിവാസനും കൂടെയുള്ള ഒരു വലിയ പ്രശസ്തമായ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, ദാസനും വിജയ്, CID ദാസനും വിജയനും. അതുപോലെ ഈ ഹാസ്യ രംഗത്ത് കഥാപാത്രങ്ങളായിട്ട് നിന്നാണ് ധർമ്മജനും പിഷാരടിയും. അദ്ദേഹം നിന്നു. ഇത്തവണ ആദ്യമേ തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു പിഷാരടി എവിടെയെങ്കിലും തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുകൾ നമ്മൾ കേട്ടിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ. ഫൈനലി അദ്ദേഹം പാലക്കാട് നിന്ന് ജയിച്ചു. അതോടൊപ്പം പറഞ്ഞു, ശരിക്കും പറയുകയാണെങ്കിൽ ആതിര, ഇപ്പം ഞാനൊരു കൗൺസിലറായിരുന്നു എന്നറിയാമല്ലോ, 365 ഡേയ്സ് 24 മണിക്കൂറും നമ്മൾ ഓൺ ദ ഡോട്ട് ആ സ്പോട്ടിലുണ്ടാണ്. എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് MLA എന്ന് പറയുമ്പോൾ കുറേയും കൂടി വിസ്തൃതമായ പ്രദേശമാണ്. കൗൺസിലർ നടന്നോ ഓടിയോ സൈക്കിൾ ചെയ്തൊക്കെ നമുക്കൊരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താൻ പറ്റും. വാർഡ് മെമ്പറാകുമ്പോൾ അതിനേക്കാളും കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ MLA എന്ന് പറയുമ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് റേഡിയസിലുള്ള ഒരു ഇടത്തിനെയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം. ജനങ്ങൾ ഇത്രയും ടഫായിട്ടായിരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രനെയാണ് BJPയുടെ അദ്ദേഹം പരാജയപ്പെടുന്നത്. അവസാനം വരെ ആര് ജയിക്കും കൗണ്ട് ചെയ്യുന്ന സമയത്ത് പോലും ചില സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ജയിച്ചു. ഇന്നിപ്പോൾ അതിൽ ചോദിച്ച പോലെ മക്കൾ അപ്പം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും മക്കളാണെന്നല്ല, അതുപോലെ വേണം നമ്മൾ ചേർത്ത് പിടിച്ച് വോട്ടേഴ്സിനെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവരെ, കുറേ പേര് വോട്ട് ചെയ്യാത്തവരുണ്ടാകും, എന്നാലും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും MLA ആണ്, എല്ലാവരുടെയും ശബ്ദമാണ്. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാം. അപ്പം അദ്ദേഹം പാലക്കാട് തന്നെ ഉണ്ടാവണം. അസംബ്ലി നടക്കാത്ത സമയത്ത് നിന്ന് അവർ ആഗ്രഹിക്കൂലേ. ഇന്നിപ്പോൾ അദ്ദേഹം എവിടെയാ? എറണാകുളത്തെ വരാതിരിക്കാൻ പറ്റുമോ? മക്കളെ മാറ്റി നിർത്തി അമ്മയുടെ പുറകെ പോകേണ്ടി വന്നു. അമ്മ എന്ന് പറഞ്ഞാൽ താരസംഘടനയാണ്. ശ്വേതാ മേനോനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രതിനിധികളും രാജിവെച്ച സമയത്ത് അഡോക് കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത് ശ്രീ രമേശ് പിഷാരടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് ശ്വേതാ മേനോനെയും അൻസിബയൊക്കെ അദ്ദേഹം വിളിച്ച് സംസാരിക്കാൻ പോകുന്നു. ശ്വേത രാജിക്കത്ത് കൊടുത്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെച്ചിരിക്കുന്നു എന്ന് കൊടുത്ത സാഹചര്യത്തിൽ അവരെ വിളിച്ച് സംസാരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? രമേശ് പിഷാരടിയാണ്. എല്ലാരെയും തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല എൻ്റെ ചോദ്യം, അതേ അല്ല. അദ്ദേഹത്തിൻ്റെ ജോലി, അമ്മ എന്ന് പറഞ്ഞ താരസംഘടനയിൽ 1000-ഓ 2000-ഓ പേരുണ്ടാവും. അത് നോക്കാൻ വേറെയും ആൾക്കാരുണ്ട്. ഇറ്റ്സ് നോട്ട് എൻ എലക്റ്റഡ് പോസ്റ്റ്. ഇലക്ടറിനെ അത്രയും പേര് എലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പിഷാരടി അഡോക് കമ്മിറ്റിയിലാണെങ്കിൽ അദ്ദേഹം ഇലക്റ്റഡ് അല്ല. പക്ഷേ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഞങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പറ്റം മനുഷ്യരെ പാലക്കാട് കിടന്ന് ചേട്ടാ ഇങ്ങോട്ട് വരൂ, മോനെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവരോടാണോ അദ്ദേഹം കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടത്, അതോ താരസംഘടനയോടാണോ? ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ബ്രെഡ് ബട്ടർ ആൻഡ് ജാം താര സംഘടനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യകാല അഭിനേതാവ് എന്നുള്ള ആദ്യകാല പ്രവൃത്തി തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു, ഫോർ 5 years 5 കൊല്ലത്തേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും, പാലക്കാട് വിട്ടും എവിടെയും പോകില്ല. പക്ഷെ കിട്ടിയ ആദ്യ ചാൻസിൽ തന്നെ അദ്ദേഹം അമ്മയോട് എസ് എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവിടെയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ. മമ്മൂട്ടി ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച മമ്മൂട്ടി ഉൾപ്പെടെയുള്ള, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ധാരാളം പേര് അവിടെയുണ്ട്. അവർക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രമേശ് പിഷാരടി എന്തിന് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് നിയോഗിച്ചതായിരിക്കാം സഹപ്രവർത്തകർ. അദ്ദേഹത്തിന് പറയാമല്ലോ, വായിൽ നാക്കില്ലേ, ആ നാക്ക് വെച്ച് തന്നെയല്ലേ പാലക്കാടുകാർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തത്. അത് വെച്ച് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ എനിക്ക് പറ്റൂല, എന്റെ കമ്മിറ്റ്മെന്റ് ഈസ് എൽസ്വെയർ. അല്ല, സഭയിൽ പോണം, പാലക്കാട് നിൽക്കണം,
പിന്നെ ഇവിടെ എറണാകുളം വന്ന് അമ്മയിലെ പ്രവർത്തനങ്ങൾ ചെയ്യണം. അത് തന്നെയാണ് ഇത്രയധികം ജോലി അത് ചെയ്യുന്ന തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഹാൻഡ്സ് ഫുള്ളാണ്. MLA-യുടെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 28 ഈ മണിക്കൂറും ജോലി ചെയ്യേണ്ട. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഉം, സുരേഷ് ഗോപിയോട് ഉം, മാധ്യമപ്രവർത്തകരൊക്കെ ഉം, ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉം, എന്താണ് പ്രശ്നം, എന്താണ് വിഷയം, ഉം, അമ്മയ്ക്കുള്ളിൽ എന്താണ്. ഉം. അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു, ഞാൻ അമ്മയിൽ ഈ ഈ പ്രധാന പദവികളിലൊന്നുമില്ല. പദവികളൊന്നും വഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒന്നെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടതെങ്കിലും എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണല്ലോ, ഉം. അത് സംബന്ധിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, അല്ല അമ്മയിലെ കാര്യം അമ്മയിൽ ഇപ്പോൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രധാന പങ്കൊക്കെ വഹിക്കുന്ന ആളുകളോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അതിൽ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കും, എന്തുകൊണ്ട് രമേശ് പിഷാരടി, ഈ താരങ്ങളെല്ലാവരും തന്നെ ഈ ഇലക്ഷൻ തോറ്റു. ഉം, ഗണേഷ് കുമാർ തോറ്റു, മുകേഷിന് സീറ്റ് തന്നെ കൊടുത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു MLA ആണ് ശ്രീ രമേശ് പിഷാരടി. അതുകൊണ്ടാണോ അമ്മയിലെ അഡോക് കമ്മിറ്റി ഹെഡ് ചെയ്യാൻ അദ്ദേഹത്തിന് നിർബന്ധിച്ചെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൂടെ വരുമോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി, എല്ലാ മീഡിയയിലും ഉണ്ടായി, നമ്മളും ചർച്ച ചെയ്തതാണ്, ശ്രീമതി ശ്വേതാ മേനോൻ BJPക്ക് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ മുന്നിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞൊരു അലിഗേഷൻ അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും BJPക്ക് ഇല്ല. അവിടെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ധാരാളം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ശ്രീമതി ശ്വേതാ മേനോൻ്റെ പുറകെ നിന്ന് ഒരാളെ തരൂ, ഒരു സിനിമാ നടിയെ തരൂ, സിനിമാ നടനെ തരൂ എന്ന് പറയേണ്ട ആവശ്യം രാജ്യം ഭരിക്കുന്ന BJPക്ക് ഇല്ല. പക്ഷേ ഇവർ വിചാരിക്കുന്നുണ്ടാവും കേരളം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു MLA അഡോക് കമ്മിറ്റി ചെയർമാനായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വഴിയോ, അല്ലെങ്കിൽ ധാരാളം കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ഇതുവഴി കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ രമേശ് പിഷാരടി ചെയ്തിരിക്കുന്നത് വഞ്ചനയാണ്. സ്വന്തം വിശ്വാസത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് താമസം മാറ്റി എറണാകുളത്ത് വന്ന് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതൊരു പൊതുജന വിഷയമല്ല, ഇറ്റ്സ് ഒരു ഫാമിലി പ്രോബ്ലം പോലെയാണ്. കുറച്ച് പേർക്ക് ഉള്ള ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം ദുരുപയോഗം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി, ജനങ്ങളെ അഫക്റ്റ് ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി, കുറച്ച് പേരുടെ ഒരു അസോസിയേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം ചെലവഴിക്കുന്നത് ശരിയായ കാര്യമല്ല. മാത്രമല്ല ഇത് മാനസികമായ ധാരാളം പ്രശ്നങ്ങൾ വരും. ഓരോ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും പിടിച്ചെടുക്കാൻ വേണ്ടി മീഡിയ നിൽക്കുകയാണ്. ഇദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു. നേരത്തെ ആതിര പറഞ്ഞതുപോലെ ശ്വേതാ മേനോനോട് സംസാരിക്കണം, അൻസിബ വേറൊരു ടാൻജന്റിൽ നിൽക്കുന്നു, അവരോട് അല്ല, സംസാരിക്കണം. ഈ അടുത്തിടയില് രമേശ് പിഷാരടി പ്രതികരിക്കുന്ന മുഴുവന് പാലക്കാടിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. സഭയിലിരുന്ന് അന്ന് പ്രതിപക്ഷത്തിനെതിരെ കുറെ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് മുഴുവൻ അമ്മയുടെ അതാണ് കാര്യങ്ങളാണ്. പറയുന്നത്. അപ്പോൾ രമേശ് പിഷാരടി ഇതൊന്ന് തീരുമാനിക്കണം. താങ്കൾ ആരുടെ ശബ്ദമാണ്? അമ്മയിലുള്ള താങ്കളുടെ മുൻ സഹപ്രവർത്തകരുടെ, 5 കൊല്ലത്തേക്ക് ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മുൻ സഹപ്രവർത്തകരാണ്, കാര്യങ്ങൾ പരിഹരിക്കണമോ അതോ 3 ലക്ഷത്തോളം വരുന്ന പാലക്കാടിലെ ജനങ്ങളുടെ ശബ്ദമായി മാറണോ? ഞാൻ പറയുന്നത് വോട്ടവകാശം ഇല്ലാത്ത കുട്ടികളും ഒക്കെ വരുമല്ലോ, 18 വയസ്സിന് മുകളിലുള്ളവരാണ് വോട്ട് ചെയ്തിട്ടുണ്ടാവുക, അവരുടെയൊക്കെ ശബ്ദമായി മാറണമെന്ന് ഇന്ന് ഒരു തീരുമാനം എടുക്കണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ജനങ്ങൾക്ക് ആവശ്യം മുഴുവൻ സമയ MLA ആണ്, അല്ലാണ്ട് ഒരു പാർട്ട് ടൈം MLA യും ഫുൾ ടൈം അമ്മ പ്രസിഡൻറ്റിനെയും അവർ ആഗ്രഹിക്കുന്നില്ല.